അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പ്രഗ്നൻസി റിലേറ്റഡ് തന്നെയാണ് കേട്ടോ. ഞാനൊരു പോൾ ഇട്ടിരുന്നു, അതിലും കൂടുതൽ വോട്ട് വന്നത് പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതന്നെ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു ദുആനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. എല്ലാ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടിയിട്ട്. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ മൈക്കൊന്നുമില്ല, ഞാൻ ഫോണിൽ വെച്ചിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ വല്ല നോയ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഈ ഒരു ദുആ നമ്മൾ 5 വക്ത് നിസ്കാരത്തിന് ശേഷം ഒരു 3 തവണയെങ്കിലും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഡെയിലി ചൊല്ലുക. വലിയ ദുആ ഒന്നുമില്ല, ഒരു ചെറിയ ദുആ തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്നത് തന്നെയാണ്. ഫോണിൽ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കിയിട്ട് ചൊല്ലാനുള്ള അത്ര തന്നെ ഉള്ളത്. പ്രഗ്നൻസി ടൈമിൽ നമുക്കും നമ്മുടെ കുട്ടിക്കും അല്ലെങ്കിൽ നമുക്ക് വളർന്നു വരുന്ന ആ ഒരു ഗർഭാശയത്തിൽ വളർന്നു വരുന്ന കുട്ടിക്കും വളരെയധികം അള്ളാഹുവിൻ്റെ സംരക്ഷണം ആവശ്യമാണല്ലേ. ഒരു അമ്മയാവുക എന്ന് പറയുമ്പോൾ ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണല്ലേ നമ്മൾ അവസാനം ആ ഒരു ഡെലിവറി എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ എത്തുന്നവരെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സംരക്ഷണം ആവശ്യമാണല്ലേ. നമുക്കും കുട്ടിക്കും ഒരു കുഴപ്പം വരാതെ നല്ലപോലെ എല്ലാ കാര്യങ്ങളും റാഹത്തായി കഴിയാൻ വേണ്ടിയിട്ട്. മുമ്പിട്ടൊരു വീഡിയോയിൽ ഒരു ഇത്തൊരു കമൻറ്റ് ഇട്ടിരുന്നു, ഞാനതവിടെ ടാഗ് ചെയ്യാം. ഈ കമൻറ്റ് ഇട്ട ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവരോട് ഞാൻ പറയണേ, നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അള്ളാഹ് ഉണ്ടല്ലോ, പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? അള്ളാഹുവിൻ്റെ ഒരുപാട് സംരക്ഷണം തരുന്ന ഒരു സമയമാണല്ലേ ഈ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുക എന്ന് പറയുമ്പോൾ. ഒരുപാട് പടച്ചവൻ്റെ ഭാഗത്തുനിന്ന് നമുക്കൊരുപാട് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുമല്ലേ. ആ ഒരു അവസാനം വരെ എന്താ പറയുക, നമ്മളത് കൊണ്ടെടുക്കുന്നത് അതിൻ്റെ ഓരോ സമയവും നമുക്ക് അതിൻ്റെ കൂലിയാണ്. ഈ ഒരു ദുആയിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, ഈ ഒരു ദുആയിലൂടെ അള്ളാഹുവിനോട് നമ്മൾ ഈ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സംരക്ഷണത്തിന് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. അള്ളാഹുവേ, എനിക്ക് ഈ ഒരു ഡെലിവറി കഴിയുന്നവരെ റബ്ബേ നീ എനിക്ക് സംരക്ഷണം താ എന്നുള്ള ഒരു ദുആ ആണ്. ഞാൻ ഇനി ആ ദുആ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു ദുആ നിങ്ങളെല്ലാ 5 വക്ത് നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ ഈ ഒരു ദുആ നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അത്ര ചൊല്ലുക. അതിനുശേഷം നിങ്ങൾ നബിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലുക. അത് നിങ്ങൾക്ക് എത്ര സ്വലാത്ത് ചൊല്ലാൻ പറ്റണോ അത്രയും നല്ലത്. അത് ചൊല്ലിയിട്ട് പടച്ചവനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പടച്ചവനെ, എനിക്ക് അവസാനം വരെ എൻ്റെ ഡെലിവറി വരെ നീ എനിക്ക് ഒരു കുഴപ്പം വരുത്തല്ലേ. എനിക്ക് നല്ലപോലെ തന്നെ അല്ലാ ഒരു പേടിയും ഒരു ഭയം എനിക്കൊന്നും സംഭവിക്കാതെ തന്നെ അല്ലാ നീ ഇത് എളുപ്പമാക്കിക്കൊണ്ട എന്ന് നിങ്ങൾ നല്ലപോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിയുറച്ച് എന്താ പറയുക ദുആ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പുതിയ പുതിയ അറിവുകളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.